Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning. Good morning. Good morning, Miss. Are you ready? Are you ready? Yes or no? നിങ്ങൾ റെഡിയല്ലേ? GK പഠിക്കാൻ റെഡിയാണോ? Yes. Miss, good morning, Miss. Miss, അന്ന മിസ് അല്ലേ GK പഠിപ്പിക്കുന്നേ? അല്ലല്ലോ, സജിത മിസ് ആണല്ലോ. സജിത മിസ് മാത്സ് അല്ലേ പഠിപ്പിക്കുന്നേ? GK ഉണ്ട്. Good morning, Miss. Good morning. ഓക്കെ, മാത്സും GK ഉണ്ട് കേട്ടോ, സംശയം വരുതേ. എല്ലാവരും GK ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചോളൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ, ഒന്ന് മിസ് കാണട്ടെ. എല്ലാവരെയും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ, ക്ലാസ് കഴിയുന്നവരെ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തു. ഗുഡ് മോർണിംഗ്. പ്രസന്റ് ടൈപ്പ് ചെയ്തേ. Good morning, Miss. മോർണിംഗ്. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ. ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മിസ്സിന്റെ പനി കുറഞ്ഞോ? ആ മിസ്സിന്റെ പനി കുറഞ്ഞു മോളെ, അത് വാക്സിൻ എടുത്തിട്ടുള്ള പനിയായിരുന്നു. ഓക്കെ ആണോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ഏത് പേജാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഏത് ലാസ്റ്റ് ലെസൺ ഏതായിരുന്നു എടുത്തത് ഓർമ്മയുണ്ടോ? ഏതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്? എത്രാമത്തെ ലെസൺ ആയിരുന്നു? ദ വേൾഡ് ആണോ? മിസ് ഏതാ എടുക്കുന്നത്? GK ആണോ മാത്സ് ആണോ? GK ആണോ? പേജ് നമ്പർ പറഞ്ഞേ മക്കളെ, നിങ്ങള് ഏതാണ് എടുക്കേണ്ടത്? 221. ഇവിടെ ഏതാ എടുക്കുന്നത്? 221. 221 ആണോ? നമ്മള് 222. മക്കളെ മിസ് പറയട്ടെ ഒന്ന്. 22. ഓഫ്ലൈൻ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? 221 വരെ. 221 വരെ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തില്ലേ അതില്? ആരാണ് അതില്? അതന്നെ, ആ ലെസൺ തന്നെ, ആ ചാപ്റ്റർ തന്നെ ഒന്ന് എടുത്തു വെച്ച് എല്ലാവരും. ആ ചാപ്റ്റർ തന്നെ ഒന്ന് എടുത്തു വെച്ചേ. എടുത്തു വെച്ചോ എല്ലാവരും? എടുത്തോ? ദേവാങ്ക് എന്താ വീഡിയോ ഓൺ ആക്കാത്തെ? വീഡിയോ ഓൺ ചെയ്തേ. മിസ് ഫോട്ടോ എടുക്കാൻ പോവാണേ. ഫോട്ടോ എടുക്കുകയാണേ. എല്ലാവരും ചിരിച്ചോണ്ടിരുന്നോട്ടോ.
ഓക്കെ. അപ്പൊ ആ ലെസണില് നമ്മൾ ലാസ്റ്റ് എടുത്ത ലെസൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓരോരുത്തരായിരുന്നു പറഞ്ഞു തന്നെ ഓരോ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ. മിസ് പറയാം, ഓരോരുത്തരായിട്ട് പറയാം. അവരെന്ത് ചെയ്യണമെന്നറിയോ? ഓരോരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മിസ്സിനൊന്ന് വായിച്ചു തരണേ. റെഡി അല്ലേ? ഓക്കെ. ആരാ ഫസ്റ്റ് വായിക്കുന്നത്? ദേവർഷ. ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എന്തായിരുന്നു? കഴിഞ്ഞ മുബ്ദാസിം എന്താ പറഞ്ഞേ? മനസ്സിലാവുന്നില്ലല്ലോ. അതെ ടീച്ചർ തന്നെ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ലെസൺ എടുത്തിട്ടില്ലേ? ആ ലാസ്റ്റ് ലെസണില് ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മിസ് ക്ലാസ്സിൽ പറഞ്ഞത് ഒരാൾ പറഞ്ഞു തന്നെ മിസ്സിന്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ദേവർഷ പറഞ്ഞ മോളെ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സ്കൂളിൽ വന്ന സമയത്ത് ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്തിട്ടില്ലേ? ലാസ്റ്റ് ചാപ്റ്റർ GK. ഏത് പാടാണെന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ. നിങ്ങളെ എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുത്തേ. കേട്ടോ? ലെസന്റെ പേര് പറഞ്ഞു കൊടുത്തേ. ജോവിൻ ഒന്ന് പറഞ്ഞു കൊടുത്ത മോനെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും. ജോവിൻ. ജോവിൻ ജോമൻ. ബ്രഷ്. പിന്നെ നെക്സ്റ്റ് അടുത്ത ആള് ജോയൽ ജോമൻ. ബ്രാഞ്ച്. അപ്പൊ എല്ലാവരും GK ബുക്കില് GKയില് ആൻസർ ഇങ്ങനെ അടയാളപ്പെടുത്തി പോയതേ ഉള്ളൂ. മക്കളാരും വായിക്കുന്നുണ്ടേ വീട്ടിന്ന്? ഡാനിയൽ വായിക്കുന്നുണ്ടോ? ഡാനിയൽ വായിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആണോ ഏതാ വായിക്കുന്നത്? എനിക്കറിയില്ല. ഡാനിയലിന് ഏതാ വായിക്കുന്നത് മനസ്സിലായിട്ടില്ല. എല്ലാവരും ഒന്നും കൂടി പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ മക്കളെ. 221. Okay. Monkeys are ringing. അങ്ങനെയല്ല, bring your own. വായിക്കുന്നത് ക്ലിയർ ആവുന്നില്ലല്ലോ.
My sister collected bells. Tell. Flowers are blooming in the garden. Flowers അല്ല. Flowers. അതാ. ഇങ്ങനെ. എന്താണ് വായിക്കുന്നത് മിസ്സിന് മനസ്സിലായില്ല. ആണോ? ഐഫൂന ഒന്ന് വായിച്ചേ. Flowers are blooming in the garden. Flowers. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഫൂന് ഫുൾ ഒന്ന് വായിച്ചു കൊടുത്തേ മോളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തേ. Monkeys are flying from the branches, singing. Third. Bringing your own moon to eat lunch. Spoon. My sister collected bell at the beach. Shells. Flowers are blooming in the garden. Flowers. We must rush. അമൃതയാണോ? A day. Brush. ഇനി ആരാ അതൊന്ന് ഉറക്കെ വായിക്കുന്നത്? അമൃതക്ക് വയറുവേദന കുറഞ്ഞു മോളെ? റിച്ചാർഡ് വായിക്കാം. റിച്ചാർഡ് വായിച്ചോളൂ. We must brush our teeth twice a day. Monkey are swinging from the branch. Okay. Bring your own moon to eat lunch. My sister also the moon to eat lunch. Spoon. My sister collected bells at the beach. Shells. Flowers are blooming in the garden. Flowers are blooming in the garden. ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങളോട്. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബുക്സ് വായിക്കാറുണ്ടോ? ഓഫ്ലൈൻ ക്ലാസ് സ്കൂൾ അടച്ചതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ വായിക്കാറുണ്ടോ? കുറച്ചു പേരുണ്ട്, കുറച്ചു പേര് യെസ് ഓർ നോ. കുറച്ചു പേര് നോ പറയുന്നുണ്ട് അല്ലേ, വായിക്കാറേ ഇല്ല. യെസ്, എല്ലാവരും വായിക്കാറില്ല അല്ലേ? അതെന്താ? നമ്മള് ചെറിയ കുട്ടികളല്ലേ, അപ്പൊ എല്ലാ ദിവസവും വായിക്കണം എന്ന് മിസ് പറയുന്നില്ലേ? കുറച്ച് കുറച്ചായിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങള് പഠിക്കണം. നമ്മൾ എടുത്ത പാഠഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യണം? വായിച്ചിട്ട് എഴുതിയിട്ടും പഠിക്കണം കേട്ടോ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നമ്മളിപ്പോ മാത്സില് കുറേ ഉണ്ട് നമുക്ക് പഠിക്കാനല്ലേ. നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് കഴിയാനുണ്ട് അത്രേ. 2 പാഠങ്ങൾ കൂടി ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ട്. ഓക്കെ അല്ലേ? നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്? അപ്പൊ അതുകൊണ്ട് നമുക്ക് GK ക്ലാസ്സിൽ കൂടി GK അത്യാവശ്യം ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ടൈമിലെല്ലാം എന്ത് ചെയ്യാം? മാത്സ് തന്നെ എടുത്താലോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? Okay. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് മാത്സ് തീരണ്ടേ?
തീരണം അല്ലേ? അപ്പൊ നമുക്ക് GK എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? തന്നത് നിങ്ങളൊക്കെ പഠിക്കണം. GK കുറച്ച് പാഠങ്ങൾ ഇനി ഉള്ളൂ അല്ലേ? കുറച്ചേ ഉള്ളൂ നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ മാത്സ് കുറേ തീരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ ചാപ്റ്റർ ഇന്ന് GK എടുക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഒരു ദിവസം എടുത്തുതരാം. നമുക്ക് മാത്സ് എടുത്താലോ? എല്ലാവരും GK വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചിട്ട് അതിന് ആൻസർ പഠിച്ചു വെക്കണം കേട്ടോ. മിസ് നീ GK എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് മിസ് GK പഠിക്കാതിരിക്കോ? ഇല്ല, പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം എല്ലാ ദിവസവും കേട്ടോ. ഓക്കെ, എന്നാല് മാത്സിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് റെഡി ആയിക്കോ. ഇവിടത്തേക്ക് തന്നെ വരണേ, ക്ലാസ്സിലേക്ക് തന്നെ വരണേ. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുക്കാനുള്ള സമയം മിസ് തരാം. വീഡിയോ ഒന്നും നോക്കേണ്ട. മിസ് ഇത് 10 seconds ആയിട്ട് ഇത് ഈ ക്ലാസ് കഴിയുമോ? എങ്ങനെ? ഇത് 10 seconds ആയിട്ട് ഈ ക്ലാസ് കഴിയുമോ? ഈ ക്ലാസ്സിന്റെ ടൈമിൽ കഴിയും. പിന്നെ വീണ്ടും നമുക്ക് 2 പീരീഡ് മാത്സിന് ഉണ്ടല്ലോ. 2 പീരീഡ് മാത്സ് ഉണ്ടല്ലോ ഇന്ന്. അപ്പോൾ ബാക്കി പറഞ്ഞു. ഓക്കെ, എല്ലാ ദിവസവും ഉണ്ട്. മാത്സ് എടുത്ത് വെച്ചോ. മാത്സ് മാത്സില് സബ്ട്രാക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ? സബ്ട്രാക്ഷൻ ആണല്ലോ, ആണോ? യെസ്. ഏത് പേജാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? പേജ് നമ്പർ 37 കംപ്ലീറ്റ് ആയോ മക്കളെ? ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ആക്കണേ. ഓക്കെ, നെക്സ്റ്റ് പേജ് 138. നല്ലൊരു പിക്ചർ കണ്ടോ നിങ്ങള്? ആരുടെ പിക്ചർ ഇല്ലേ ഇതില്? ഓ, 136 ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. സെറാക്ക് കിട്ടിയില്ല അല്ലേ മോളെ? ഓക്കെ, 136ഉം 37ഉം കിട്ടാനുണ്ടാവും അല്ലേ? ഓക്കെ, അത് മിസ് പറഞ്ഞു. മിസ് പറഞ്ഞുതരുവേ. ഓക്കെ, പേജ് നമ്പർ 138 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ആരുടെ പിക്ചറാ കൊടുത്തതെന്ന് നോക്കിയേ. ബട്ടർഫ്ലൈനെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ബട്ടർഫ്ലൈനെ എവിടെയാ കാണാൻ പറ്റുക? കൂടുതൽ ഗാർഡനിലാണല്ലേ? നിങ്ങൾ കുറച്ചുപേര് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ. ആരൊക്കെയത് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്? വീഡിയോ ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ക്ലാസ്സിൽ കഴിയുന്നത് വരെയും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കണം. ആരും വീഡിയോ ഓഫ് ചെയ്യരുത്. വീഡിയോ ഓഫ് ചെയ്തവരുടെ വീട്ടിലേക്ക് അജിത് സാറ് വണ്ടി എടുത്ത് വരും. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് എന്ത് ചെയ്യുന്നു നോക്കാൻ. ഓക്കെ ആണോ? ഇപ്പൊ ബട്ടർഫ്ലൈ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബട്ടർഫ്ലൈനെ ഇഷ്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഇഷ്ടാണോ? നിങ്ങളും സ്കൂളിലെ ബട്ടർഫ്ലൈ ആണല്ലേ? ട്രൂലൈറ്റ് സ്കൂളിലെ ബട്ടർഫ്ലൈ ആണ് ആര്? നിങ്ങള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികള് ഇവിടുത്തെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക,
ആ ബോക്സില് ആ ബട്ടർഫ്ലൈയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആഡ് ഓർ സബ്ട്രാക്ട് ടു കളർ Betty the butterfly's wings. All the answers are in the color code. ബെറ്റിയുടെ ബട്ടർഫ്ലൈയുടെ ചിറകിനൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം? കളർ കൊടുക്കണം. പക്ഷേ ആ കളർ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ചില വിങ്സില് അത് ചിറകില് എന്തുണ്ട്? അഡീഷൻ ഉണ്ട്, ആഡ് ചെയ്യാനുണ്ട് ഇല്ലേ? നോക്കി നിങ്ങള് പ്ലസ് ഇട്ടിട്ട് കണ്ടോ? നിങ്ങള് ആഡ് ചെയ്യാനില്ലേ? കണ്ടോ മക്കളെ? 140 plus 70 അല്ലേ? പക്ഷേ ഒരു സൈഡില് ആഡ് ചെയ്യാനാണോ കൊടുത്തത്? അല്ല. ഏതാണത്? മൈനസ് അല്ലെ? സബ്ട്രാക്ഷൻ ആണല്ലേ? നമ്മൾ അഡീഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. പക്ഷെ സബ്ട്രാക്ഷനിൽ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയുള്ള ക്ലാസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു അല്ലെ? നിങ്ങൾക്ക് 0 വരുമ്പോ എങ്ങനെ നിങ്ങൾക്കത് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത് ഒരു സംശയം ഉണ്ട് അത്രേ. അപ്പൊ മക്കളത് കൃത്യമായി അടുത്ത് കിട്ടാതെ എനിക്കത് കൃത്യമായി പറഞ്ഞുതരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്. അപ്പോ എങ്ങനെ നിങ്ങൾ കളർ കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. അഡീഷൻ ചെയ്താലും സബ്ട്രാക്ഷൻ ചെയ്താലും ആൻസർ 210 ആണ് ആ ചിറകില് വിങ്സിൽ കിട്ടുന്നത് എങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടുമായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ 210 എന്ന ആൻസർ ആണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ ആ വിങ്സിന് ഏത് കളറാ കൊടുക്കേണ്ടത്? ഗ്രീൻ. ഏത് കളർ കൊടുക്കണം? ഗ്രീൻ. ഗ്രീൻ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുമോ? എത്ര ആൻസർ കിട്ടണം? എത്ര ആൻസർ കിട്ടണം? 210 എന്ന ആൻസർ കിട്ടുന്ന എവിടെയാണോ, ഏത് തൂവലാണോ അല്ല ഏത് ചിറകാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രീൻ കളർ കൊടുക്കേണ്ടത്. ഇനി ബ്ലൂ കളർ കൊടുക്കേണ്ടത് എത്ര ആൻസർ കിട്ടണം? നമ്മൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും 260 ആണ് ആൻസർ എങ്കിൽ ആ വിങ്സിന് എന്ത് കളർ കൊടുക്കണം? ബ്ലൂ. അപ്പൊ ശ്രദ്ധിച്ച കണക്കാണ് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. പെട്ടെന്ന് കളർ കൊടുത്തിട്ട് ആ ബട്ടർഫ്ലൈയുടെ ഗ്ലാമർ ഒന്നും കളയല്ലേ. അതേപോലെ 320 ആൻസർ കിട്ടുകയാണെങ്കിൽ അവിടെ ഏത് കളർ കൊടുത്താൽ മതി? യെല്ലോ. മനസ്സിലായോ? മിസ് ഒന്നുകൂടി പറയാം. ആ ബട്ടർഫ്ലൈയില് കുറെ സ്ഥലങ്ങളിലായിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് അഡീഷൻ ചെയ്യാനുണ്ട്, സബ്ട്രാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അഡീഷൻ ചെയ്തിട്ടും സബ്ട്രാക്ഷൻ ചെയ്തിട്ടും ആൻസർ 210 കിട്ടുകയാണെങ്കിൽ 210 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഏത് കളർ കൊടുക്കണം എന്ന് പറഞ്ഞു മിസ്? ഗ്രീൻ. ഗ്രീൻ അല്ലേ? ഇനി അതേപോലെ അഡീഷൻ ചെയ്തിട്ടും സബ്ട്രാക്ഷൻ ചെയ്തിട്ടും അത് കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ട് അതിന്റെ ആൻസർ 260 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഏത് കളറാ കൊടുക്കേണ്ടത് മക്കള്? ബ്ലൂ. അതേപോലെ അഡീഷൻ ചെയ്തിട്ടും സബ്ട്രാക്ഷൻ ചെയ്തിട്ടും അല്ലെങ്കിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ട് വീണ്ടും 320 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ആ വിങ്സിന് അവിടെ മാത്രം ഏത് കളർ കൊടുക്കണം? അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് ചെയ്താല് നമ്മളെ ബട്ടർഫ്ലൈക്ക് നല്ല സ്റ്റൈൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഗാർഡനിൽ വരുന്ന ബട്ടർഫ്ലൈക്ക് നല്ല സ്റ്റൈൽ ഇല്ലേ? എന്ത് ഭംഗിയാ കാണാനല്ലേ ബട്ടർഫ്ലൈനെ അല്ലേ? അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈക്ക് നല്ല സ്റ്റൈല് വരുത്തണം. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക,
ഫസ്റ്റ് വിങ്സ് എടുക്കാം നമുക്ക്. ഫസ്റ്റ് വിങ്സ് ഫസ്റ്റ് സൈഡിലെ വിങ്സ് നോക്കാം. 140 പ്ലസ് 70. 140 പ്ലസ് 70. മക്കള് ഒരു റഫ് പേപ്പറില് 140 ഇടുക, പ്ലസ് ഇടുക, താഴെ 70 ഇടുക. അത് എന്നിട്ട് ഒന്ന് അഡീഷൻ ചെയ്ത് നോക്കിയേ. റഫ് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ റഫ് ബുക്ക് എടുക്കുക, പെൻസിൽ എടുക്കുക. പെൻസിൽ തന്നെ യൂസ് ചെയ്യണം മക്കള്, കാരണം നിങ്ങൾക്ക് ആൻസർ മായ്ച്ച് എഴുതേണ്ടി വരും. അപ്പൊ റഫ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ റഫ് പേപ്പർ ഉണ്ടെങ്കിൽ അവിടെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും മുകളിൽ ഏത് സംഖ്യ എഴുതേണ്ടത്? 140. പേപ്പർ നോട്ട്ബുക്ക് ഒന്ന് പറിച്ചെടുക്കല്ലേ. മടി പിടിച്ചോയോ എന്റെ ഫാത്തിമ? 140 എഴുതുക ഏറ്റവും മുകളില്. അതിനോട് താഴെ പ്ലസ് ചേർത്തിട്ട് ഏത് സംഖ്യ എഴുതണം? 70. 140 പ്ലസ് 70 എഴുതിയോ മക്കളെ? 45. 40 എത്രയാണ്? 40 ഉള്ളൂ. 40 ഉള്ളൂ കേട്ടോ. 140 പ്ലസ് 70. 140 plus 70. Answer 210. ആൻസർ പറയല്ലേ? മിസ് എഴുതിയത് പോലെ 140 പ്ലസ് 70 ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? 0ന്റെ താഴെയാണോ 0 ഉള്ളത്? 4ന്റെ താഴെയാണോ 7 എഴുതി? നോക്കിയേ. ഒന്ന് ആഡ് ചെയ്തൊക്കെ. 0നോട് 0 മക്കൾ പറഞ്ഞുകൊണ്ട് ചെയ്തെന്നാണ് മിസ്സിന് പറഞ്ഞേ. മിസ്സിന് അറിയേയില്ല, ഒന്ന് പറഞ്ഞേ. 0നോട് 0 കൂട്ടി എത്ര കിട്ടുക? വെരി ഗുഡ്. ഇനി 4നോട് 7 ആഡ് ചെയ്യണം അല്ലേ? നമ്മൾ എന്തെടുക്കാൻ പറഞ്ഞിട്ട് മിസ് എപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വിരലുകൾ ഉണ്ടല്ലേ, ഫിംഗേഴ്സ്. മിസ്സിന്റെ കയ്യിൽ 10 വിരലുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? നോക്കി ഒന്ന് 10 ഉണ്ടോ നോക്കി എണ്ണി. 1 എനിക്ക് 1 2 3 4 5 6 7 8 9 മിസ്സിന്റെ കയ്യിൽ 10 ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? ആരോ 9 വരെ എണ്ണിയുള്ളൂ. ഏതോ ഒരു വിരൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. നിവേദ്യ വീഡിയോ ഓൺ ചെയ്തേ. നിവേദ്യ വിനോദ്, 10 വിരലുകളും കിട്ടിയോ നിങ്ങൾക്ക്? യെസ്, എല്ലാവർക്കും കിട്ടിയല്ലേ? എങ്കിൽ അത് യൂസ് ചെയ്യാം നമുക്കല്ലേ. നമുക്ക് അഡിഷൻ ചെയ്യാൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിരലുകള് മടക്കി വെച്ചിട്ട് എണ്ണാറുണ്ടല്ലേ. അപ്പൊ നമുക്ക് 4നോട് 7 ആഡ് ചെയ്യണം. നമ്മൾ എത്ര വിരലുകൾ എടുക്കണം? 4 നമ്മുടെ മനസ്സിലുണ്ടല്ലേ. വീണ്ടും നമ്മൾ എത്ര എണ്ണം കൂട്ടണം? 7. മിസ്സിന്റെ കയ്യിൽ ഇപ്പൊ 7 ഫിംഗേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? നിവർത്തിയിട്ടുണ്ടോ? കണ്ടു കണ്ടിട്ടുണ്ടോ? 4 കഴിഞ്ഞ നെക്സ്റ്റ് സംഖ്യ ഏതാണ്? 5. ഫുള്ള് ചെയ്ത നോട്ട്ബുക്കില് ഉറക്കെ പറഞ്ഞേ. മിസ് ഒന്നുകൂടി ഒരു മിനിറ്റ് ശ്രദ്ധിക്ക. അമ്മമാര് ശല്യം ചെയ്യുന്നുണ്ട് നിങ്ങളാ? അമ്മമാരെ ഓടിക്കണ അല്ലേ? മക്കള് ശല്യം ചെയ്യില്ലേ? ഓക്കെ.
അപ്പൊ നിങ്ങളുടെ മിസ്സിന്റെ കയ്യിൽ 7 ഫിംഗേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു വെച്ചോ നിങ്ങളുടെ വിരലുകള്? എടുത്തോ? 7 വിരലുകൾ മാത്രം നിവർത്താൻ പാടുള്ളൂ. നമുക്ക് 4നോട് 7 ആണ് കൂടേണ്ടത് അല്ലെ? 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഖ്യ ഏതാണ്? മടക്കുക. 5. നെക്സ്റ്റ് സംഖ്യ 6. നോക്കിയില്ലല്ലോ നിങ്ങൾ മടക്കി പോവാണോ? മിസ് പറയുന്നില്ലേ ഓരോ ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊന്ന് കാണട്ടെ. ആരാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? തോമസിന്റെ പേരിൽ ആരാ? ആരാണ് സെബാസ്റ്റ്യൻ തോമസിന്റെ പേരില് വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്നേ? അപ്പൊ മിസ്സിന്റെ കയ്യില് 7 ഫിംഗേഴ്സ് ഉണ്ട്. നമ്മുടെ 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഖ്യ ഏതാണ്? 5. മിസ് പറഞ്ഞതിനനുസരിച്ച് പറയാൻ പാടുള്ളൂ. നെക്സ്റ്റ് സംഖ്യ 6 കഴിഞ്ഞ നെക്സ്റ്റ് രണ്ടെണ്ണം കൂടി 11. അപ്പൊ 4നോട് 7 ആഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 11 ഇവിടുത്തെ ഏത് സംഖ്യ എഴുതേണ്ടത്? 11 തന്നെ എഴുതാൻ പറ്റുമോ? 11 ഏത് സംഖ്യ നമ്മൾ ഇപ്പൊ എടുത്ത് എഴുതേണ്ടത്? 1 അല്ലേ? അത് ഒറ്റ വൺസ് ഭാഗത്തിലെ 1 എടുത്ത് നമ്മൾ എവിടെ എഴുതി? 4ന്റെയും 7ന്റെയും നേരെ താഴെ ആഡ് ചെയ്ത് എഴുതി. ബാലൻസ് എത്രയുണ്ട് നിങ്ങളുടെ കയ്യില്? 1 ഇല്ലേ? 10 അത് വെക്ക്. അതന്നെ അമ്മ തന്നെയാ കീറുന്നല്ലേ? അടക്കെ ഫാത്തിമ ജുമാനന്റെ അമ്മയുടെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. അമ്മയാണ് ബുക്കെല്ലാം കീറുന്നത്. അപ്പൊ 11 നമ്പറില് 1 നമ്മൾ എഴുതി. ബാലൻസ് എത്രയുണ്ട്? 1 ഉണ്ട് അല്ലേ? ഈ 1 നമ്മൾ ഏതിനോട് ആഡ് ചെയ്യണം? 1നോട് അല്ലേ? ബാക്കിയില് 1നോട് കൂടി ആഡ് ചെയ്യുമ്പോ 1നോട് 1 ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടുക? 2 ആണല്ലേ? അപ്പൊ എത്ര ആൻസർ കിട്ടും? 210 ആൻസർ കിട്ടിയവർ ഒന്ന് കമ്പ് കാണിച്ചേ. മിസ്സിന്റെ കൂടെ 210 ആൻസർ കിട്ടിയവര് മിസ്സിനൊന്ന് തമ്പ് കാണിച്ചേ. വെരി ഗുഡ്. നല്ല മക്കളാണ് കേട്ടോ. വെരി ഗുഡ്. സൂപ്പർ ആണ് നിങ്ങള്. 210 കിട്ടിയിട്ടുണ്ട്. ആ 210 കിട്ടിയ സ്ഥലത്ത് അവിടെ ഏത് കളറാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓർമ്മയുണ്ടോ? കളറ്. അപ്പൊ കൊടുക്കില്ലേ? വീട്ടിലുണ്ടോ? കളർ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? അഥവാ കളർ ഇല്ലെങ്കില് പേരൻസിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കല്ലേ. ഗ്രീൻ അവിടെ എഴുതി വെച്ചാലെങ്കിലും മതി. ഗ്രീൻ കളർ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കടയിലൊന്നും പറഞ്ഞു വേണ്ട. അവിടെ ഗ്രീൻ കളർ കൊടുക്കേണ്ട കളറിന്റെ പേര് അവിടെ ഗ്രീൻ എഴുതി വെച്ചാൽ മതി. കളർ ഇല്ലെങ്കിൽ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും ആ വിങ്ങിന്റെ അടുത്ത് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഏത് കളറ്?
ഗ്രീൻ കളർ കൊടുത്തിട്ട് വരില്ലേ നിങ്ങള്? Yes. Yes. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ അമ്മേനൊന്നും കൂട്ടണ്ട കേട്ടോ. Yes. അമ്മ ഇടക്ക് ബുക്ക് ചീർന്നു, ഇടക്ക് തല്ലുന്നു അല്ലേ? ഫാത്തിമ ജുമാന അമ്മനെ നോക്കിയെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ വാട്ടോ. ഗ്രീൻ കളർ കൊടുത്തിട്ട് മക്കൾ വായേ. ബട്ടർഫ്ലൈനെയും കൊണ്ട് എടുത്തിട്ട് വാട്ടോ. ഓക്കെ ഓക്കെ ആണോ ബിയോണ? ബിയോണ ഇപ്പൊ തന്നെ കളർ കൊടുക്കലായി. ഓക്കെ ആണല്ലേ? ഫാത്തിമക്ക് എന്ത് പറ്റി മോളെ? ഫാത്തിമ ഇങ്ങനെയൊന്നല്ല ആയിരുന്നല്ലോ ഉണ്ടായിരുന്നേ. ഫാത്തിമക്ക് ആകെ മൂടപ്പാണല്ലോ. എന്ത് പറ്റി ഫാത്തിമ? ഹൗ ആർ യു? I am fine. ഫൈൻ. പിന്നെന്ത് പറ്റി? ചായ കുടിച്ചില്ലേ ഇന്ന്? കുടിച്ചു. എന്താ പ്രശ്നം? യൂണിഫോം ഇട്ടതിന്റെ ബസ് വരാനിട്ടാണോ? ഒരു മൂഡ് ഓഫ് പോലെ തോന്നുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് ഇപ്പൊ കട്ടാവും. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, സീ യു. പോയി ചായ കുടിച്ചോട്ടോ. അമ്മയോട് ചായ കുടിക്കാൻ പറ. ഓക്കെ ബൈ. 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 Thank you, Miss. Bye. ഓക്കെ see you. Bye, Miss. Bye, Miss. Miss. ഓ Miss. The next exam